പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ പുറത്തുവരുന്ന വാർത്തകളൊക്കെ ഞെട്ടിക്കുന്നതാണ്. സിദ്ധാർത്ഥനെ 4 ഇടങ്ങളിൽ വെച്ചാണ് ക്രൂരമായി മർദ്ദിച്ചത് എന്ന് പറയുന്നു. മർദ്ദനമേറ്റത് കണ്ടിട്ടും സിദ്ധാർത്ഥനെ ആശുപത്രിയിൽ എത്തിക്കാനോ അക്രമം തടയാനോ ആരും മുതിർന്നില്ല. അക്രമം നോക്കി നിന്ന വിദ്യാർത്ഥികൾക്കെതിരെയും നടപടിയെടുത്തിട്ടുണ്ട്. ഇവരെ 7 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. 10 വിദ്യാർത്ഥികൾക്ക് 1 വർഷത്തെ പഠന വിലക്ക് ഏർപ്പെടുത്തും. 2 വിദ്യാർത്ഥികളെ ഇന്റേണൽ പരീക്ഷയിൽ നിന്നും വിലക്കിയിട്ടുണ്ട്. 19 പേർക്ക് നേരത്തെ 3 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി അരുൺ അമൃതനാഥ് ചേരുന്നുണ്ട്. അരുൺ, ഈ കണ്ടു നിന്നവരും കുടുങ്ങുന്ന അവസ്ഥയാണ്. സത്യത്തിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്, അല്ലേ അരുൺ? അതായത് ഇത്രയും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടും ഒരാളും ഇതാരോടും റിപ്പോർട്ട് ചെയ്തില്ല, ആരെയും അറിയിച്ചില്ല. ഇനി എന്തായിരിക്കും ഈ കേസിന്റെ മുന്നോട്ടുള്ള പോക്ക്? പ്രത്യേക അന്വേഷണ കമ്മീഷനെയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, അന്വേഷണ സംഘത്തെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട്. എന്തായിരിക്കും ഇനി മുന്നോട്ടുള്ള ഒരു പോക്ക്? കൂടുതൽ പേർക്കെതിരെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കൂടുതൽ വിദ്യാർത്ഥികൾക്കെതിരെ സിദ്ധാർത്ഥന്റെ അക്രമവുമായി ബന്ധപ്പെട്ട് അതിൽ കോളേജ് ഇന്റേണൽ ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം 31 പേരാണ് സിദ്ധാർത്ഥനെതിരെയുള്ള ഈ ഒരു അതിക്രമത്തിലുണ്ടായിരുന്നത്. അവർക്ക് എല്ലാവർക്കും എതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ക്ഷമിക്കണം, 18 പേരാണ് പ്രാഥമിക പ്രതിപട്ടികയിലുള്ളത്. അതിൽ 19 പേർക്കെതിരെ ഇന്നലെ നടപടിയെടുത്തിരുന്നു. 3 വർഷത്തേക്ക് ഇന്ത്യയിൽ എവിടെയും അംഗീകൃത സ്ഥാപനങ്ങളിൽ പഠന വിലക്കായിരുന്നു അവർക്കെതിരെയുണ്ട്. പിന്നാലെയാണ് 10 പേർക്ക് കൂടെയുള്ള ഒരു നടപടി വരുന്നത്. 10 വിദ്യാർത്ഥികൾക്ക് 1 വർഷത്തെ പഠന വിലക്കാണ് ഏർപ്പെടുത്തുന്നത്. ഒപ്പം 2 പേരെ ഇന്റേണൽ പരീക്ഷയിൽ നിന്നും വിലക്കും, ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കും എന്നുള്ളത് കൂടിയുണ്ട്. അങ്ങനെ 7 പേർ, നേരത്തെ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ 7 വിദ്യാർത്ഥികൾ ഈ അക്രമം കണ്ടു നിന്നിട്ട് പ്രതികരിക്കാത്തവരാണ്. ഇവർ ആശുപത്രിയിൽ എത്തിക്കാൻ ഉൾപ്പെടെ മടിച്ചവരാണ്. ഇവർക്കെതിരെ കൂടി സസ്പെൻഷൻ നടപടി ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ ഉയർന്ന ചോദ്യം അത് തന്നെയായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായില്ല? കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് സംഭവം അറിഞ്ഞിരുന്നില്ല എന്നാണ് ഇന്നലെ പോലും ഡീൻ വിശദീകരണം നൽകിയത്. അറിഞ്ഞപ്പോൾ കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തു, സംഭവം അറിഞ്ഞിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അറിഞ്ഞിരുന്നില്ല? ഈ വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്നുള്ള വലിയ ചോദ്യങ്ങൾ അവിടെ ബാക്കിയാണ്. മുൻകാല ഇന്നലെയൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു, മുൻകാല കേരളത്തിൽ ഇത്തരം സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്യാമ്പസുകൾ കലുഷിതമായ സാഹചര്യം ഉണ്ടായിരുന്നു, നമ്മുടെ മുന്നിലുണ്ട്. വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ പരാതിയുമായൊക്കെ വന്നത്. പക്ഷേ ഈ പൂക്കോട് സംഭവത്തിൽ അങ്ങനെയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അങ്ങനെ ഈ 7 വിദ്യാർത്ഥികളെ കൂടി സസ്പെൻഡ് ചെയ്തിരുന്നു. അങ്ങനെ 19 വിദ്യാർത്ഥികൾക്കെതിരെ കൂടി ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ആകെ 11 പേരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പിടിയിലായിട്ടുള്ളത്. 18 പ്രതികളാണ് ആ പട്ടികയിലുള്ളത്. അതിൽ 10 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇന്നലെ ഒരാൾ കസ്റ്റഡിയിലെടുത്തു. അയാളുടെ പ്രതിയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ് വൈകാതെ നമുക്ക് മനസ്സിലാകുന്നത്. ഒപ്പം ഇതുവരെ ഉണ്ടായ ഒരു സംഭവ വികാസങ്ങളിലേക്ക് ഒന്ന് പോയാൽ സിദ്ധാർത്ഥനെതിരെ ഒരു പരാതി വന്നതായി ഇന്നലെ കോളേജ് അധികൃതർ അറിയിക്കുന്നുണ്ട്. അത് ഈ കോളേജ് ഇന്റേണൽ സെല്ലിൽ വന്ന ഒരു പരാതിയാണ്. ഒരു പെൺകുട്ടി സിദ്ധാർത്ഥനെതിരെ പരാതി നൽകി എന്നാണ് പറയുന്നത്. പക്ഷേ ആ പരാതിയിൽ മേലും ഒരുപാട് ദുരൂഹതകളുണ്ട്, സംശയങ്ങൾ ഉയരുന്നുണ്ട്. പരാതിയുടെ ആധികാരികതയിൽ ഒരുപാട് സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഈ 18-ാം തീയതി സിദ്ധാർത്ഥൻ മരിച്ചു എന്ന് പറയുന്ന ആ ദിനമാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. സിദ്ധാർത്ഥൻ മരിച്ചതിന് ശേഷമോ മുമ്പോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഒപ്പം 19-ാം തീയതിയാണ് ഈ പരാതി ഓഫീസിൽ സ്വീകരിക്കുന്നത്. അത് 18-ാം തീയതി ഞായറാഴ്ച ആയതിനാലാണെന്നാണ് വിശദീകരണം നൽകിയിരിക്കുന്നത്. 20-ാം തീയതി ഇന്റേണൽ സെല്ലിന് എത്തുന്നത്. നേരത്തെ നൽകിയ പരാതി എന്ത് സംബന്ധിച്ചാണ്? സിദ്ധാർത്ഥനെ കുറിച്ച് എന്ത് പരാതിയാണ് കൊടുത്തിട്ടുള്ളത്? അതിൽ വ്യക്തതയില്ല മോദി. ഒരു പരാതി സിദ്ധാർത്ഥനെതിരെ നൽകി എന്നുള്ളത് മാത്രമാണ് ഈ നിമിഷം വരെ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. സിദ്ധാർത്ഥനെതിരെ ഇന്റേണൽ സെല്ലിൽ ഒരു പരാതി ലഭിച്ചു എന്നുള്ളത് മാത്രമാണ് ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. അങ്ങനെയെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു വന്നതിലേക്കാണ്, ഡിവൈഎസ്പി ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചപ്പോൾ പോലീസിൽ സിദ്ധാർത്ഥനെതിരെ യാതൊരു പരാതിയും ലഭിച്ചില്ല എന്നൊരു പ്രതികരണം നടത്തിയിരുന്നു. അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു പരാതി ലഭിച്ച വിവരം എന്തുകൊണ്ട് ഇന്റേണൽ സെൽ പോലീസിൽ അറിയിച്ചില്ല എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ്. അത്തരത്തിൽ ഒരുപാട് സംശയങ്ങൾ എന്തായാലും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്.